ആലപ്പുഴയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടിയിട്ട് 4 മാസം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി എടുക്കുന്നതിന് പകരം വലിയ പദ്ധതി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും. മാസങ്ങളായി കുടിവെള്ളം കിട്ടാതെ സഹികെട്ട നാട്ടുകാർ കാലിക്കുടങ്ങളേന്തി വായ മൂടിക്കെട്ടി മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ വീടുകളിൽ കുഴൽക്കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണിത്. 3, 4, 5 വാർഡുകളിൽ 4 മാസമായി കുടിവെള്ളമില്ല. കിണറുകളിലെ വെള്ളം മലിനമാണ്. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മാസമായിട്ട് ഈ വെള്ളം കിട്ടുന്നില്ല. ജലജീവൻ പദ്ധതിയിൽ പെടുത്തിയിട്ട് ഞങ്ങൾക്ക് കണക്ഷൻ ഉള്ളതല്ലാതെ ഈ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ നല്ല വെള്ളം കിട്ടാറില്ല. പിന്നെ ഞങ്ങളുടെ ബോർവിലെ വെള്ളം തന്നെ ഇപ്പം ഞങ്ങൾ കാണിച്ചു. അത് ഭയങ്കര മോശമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുളിക്കാനായിട്ട് ഒന്ന് വാ കഴുകാൻ പോലും പറ്റുക ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളിവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഈ വീട് ദൂരെയാണ്, അവിടെ പോയാണ് ഞങ്ങൾ തുണി നനയ്ക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ മാസത്തിൽ, അതൊക്കെ വരുമ്പോഴുള്ള സ്ഥിതി ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ശാരീരിക പ്രശ്നം ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ എല്ലാ പഞ്ചായത്തിലാണെങ്കിലും വാട്ടർ അതോറിറ്റി എല്ലായിടത്തും ഞങ്ങൾ കംപ്ലൈൻറ്റ് ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിഹാരവും ഇല്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. വെള്ളം കണ്ടാൽ വെള്ളമാണെന്ന് പറയത്തില്ല, ചോര കലക്കിയ വെള്ളം പോലെ ആയിരിക്കുന്നത്. ഒരു തുണി കഴുകാനോ ഒരു കാര്യത്തിനോ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് വല്ല പാത്രം കഴുകിയാൽ തന്നെ പാത്രത്തെ പാടിരിക്കും. പിന്നെ നമ്മൾ വിലയ്ക്ക് വെള്ളം വാങ്ങിക്കുകയാണ്. 10,000 രൂപ കൊടുത്ത് നമ്മൾ ടാങ്കിനകത്ത് നിറച്ചിട്ട് അതാണ് ഞങ്ങൾ തുണി കഴുകാനും എല്ലാ ഉപയോഗത്തിനും എടുക്കുന്നത്. ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാരും ഉണ്ട്. ഹാർട്ടിൻ്റെയും കാല് ഓപ്പറേഷൻ ചെയ്തവരും ഒക്കെ. ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ എങ്ങും പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ലോറിയെ കൊണ്ടുവരുന്ന വെള്ളം വാങ്ങിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ 3 മാസമായിട്ട് മഴ നിന്നപ്പോൾ മുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. മറ്റേ മഴവെള്ളമൊക്കെ പിടിച്ചായിരുന്നു തുണി വാഷ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. ശുദ്ധജലം കിട്ടാതെ കുട്ടികൾക്ക് രോഗം ബാധിച്ചു. 3-ാം വാർഡിലെ 200ഓളം കുടുംബങ്ങൾക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നേരത്തെ വെള്ളം കിട്ടിയിരുന്നു. എന്നാൽ ഇവരുടെ വീടുകളിലേക്കുള്ള പൈപ്പ് ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിലേക്ക് മാറ്റിയതോടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതായി. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങളുടെ ഈ കുടിവെള്ളമാണിത്. ഇത് വേറെ എണ്ണയൊന്നും അല്ല. അതുപോലത്തെ അവസ്ഥയാണ് ഞങ്ങളുടെ ബോർവില്ല വെള്ളം. കുടിവെള്ളം കിട്ടിയിട്ട് തന്നെ 2 മാസമായി. അത് 3-ാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, അങ്ങനെ മിക്ക വാർഡുകളിലും വെള്ളമില്ല. ഞങ്ങളുടെ അവസ്ഥ ഇത് കുറേ നാളായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ അധികാരികളുടെയൊക്കെ പറഞ്ഞിട്ടും എല്ലാവരോടും പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റി എല്ലാവരും അറിയിച്ചിട്ട് ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലോട്ട് ഇറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചിരുന്നു. ഇപ്പോൾ വെള്ളം നിറച്ചിരുന്ന ടാങ്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. സ്വകാര്യ വെള്ളം വിതരണക്കാരും ചില രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ലോറിയിൽ വെള്ളം എത്തിക്കുന്നതിന് തടസ്സം. സഹികെട്ട നാട്ടുകാർ ഒടുവിൽ കാലിക്കുടങ്ങളുമായി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കുടിവെള്ളം എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം വരുമെന്ന് പറയപ്പെടുന്ന വലിയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് പറ്റിക്കുകയാണ് പ്രസിഡന്റും ഭരണസമിതിയുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജനം, ആലപ്പുഴ.